ഹായ്, ഐ എം അശ്വതി രാമൻ. ഡിപ്രഷൻ എന്നത് സാധാരണ സാഡ്നെസ് അല്ല. ഇതൊരു ക്ലിനിക്കലി സിഗ്നിഫിക്കൻറ്റ് മൂഡ് ഡിസോർഡറാണ്. ഡിപ്രഷൻ ഉള്ളപ്പോൾ ഒരാളുടെ തോട്ട്സ്, ഇമോഷൻസ്, ബിഹേവിയർ എല്ലാം ബാധിക്കപ്പെടുന്നു. ഡെയിലി ലൈഫ് പോലും മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായി തോന്നാം. മുൻപ് ഇഷ്ടപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ ഇൻട്രസ്റ്റ് കുറയുക, എപ്പോഴും ടയേർഡായി ഫീൽ ചെയ്യുക, സ്ലീപ്പ്, ആപ്പിറ്റൈറ്റ് എന്നിവയിൽ മാറ്റങ്ങൾ വരിക, ഇവ സാധാരണ ലക്ഷണങ്ങളാണ്. ഇതൊരു വീക്ക്നെസ് അല്ല. പോസിറ്റീവായി ചിന്തിച്ചാൽ മാറും എന്നതുപോലെ സിമ്പിളായ കാര്യവുമല്ല. ഡിപ്രഷന് പിന്നിൽ ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ടാകാം. ബ്രെയിനിലുള്ള സെറോട്ടോണിൻ, ഡോപ്പമിൻ പോലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ ഇംബാലൻസ് മൂലം നമ്മുടെ മൂഡ്, കോൺസെൻട്രേഷൻ, എനർജി എന്നിവ ബാധിക്കപ്പെടും. സ്ട്രെസ്, റിലേഷൻഷിപ്പ് ഇഷ്യൂ, ലോൺലിനെസ് ഇവയെല്ലാം കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ് ആകാം. പക്ഷേ പ്രധാനമായി ഓർക്കേണ്ടത് ഡിപ്രഷൻ ട്രീറ്റ് ചെയ്താൽ മാറുന്ന ഒരു കണ്ടീഷനാണ്. റൈറ്റ് സപ്പോർട്ടും പ്രൊഫഷണൽ ഹെൽപ്പും ലഭിക്കുമ്പോൾ റിക്കവറി സാധ്യമാണ്. ഇതിനായി മലയാളികൾക്കായി ഡെഡിക്കേറ്റ് ചെയ്യുന്ന കൗൺസിലിംഗ് പ്ലാറ്റ്ഫോമാണ് കൂട്ട്. സേഫായ, ജഡ്ജ്മെൻ്റ് ഇല്ലാത്ത ഒരിടത്തിൽ ഹെൽപ്പ് തേടുന്നത് ഒരു പോസിറ്റീവ് സ്റ്റെപ്പാണ്. നിങ്ങളുടെ ഇമോഷൻസ് മനസ്സിലാക്കുന്ന മലയാളി തെറാപ്പിസ്റ്റുകളാണ് കൂട്ടിലുള്ളത്. 749 രൂപ മുതൽ കൗൺസിലിംഗ് സഹായം ലഭ്യമാണ്. ഇതിനായി ഞങ്ങളുടെ വെബ്സൈറ്റിൽ പോയി നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു സൈക്കോളജിസ്റ്റിനെ തിരഞ്ഞെടുക്കുക. പിന്നീട് ഓൺലൈൻ കൺസൾട്ടൻസിയിലൂടെ തെറാപ്പിസ്റ്റ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങളുടെ ഇംപ്രൂവ്മെൻറ്റ്സ് ഞങ്ങൾ ട്രാക്ക് ചെയ്യുകയും ആവശ്യമായ സപ്പോർട്ട് തുടർച്ചയായി നൽകുകയും ചെയ്യും. കൂട്ട്, നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാൾ എപ്പോഴും അടുത്തുണ്ട്. കൂട്ടിനുണ്ട് കൂട്ട്.